ഇന്നലെ ഞാൻ ഓംനി ഡെൻറ്റിൻ്റെ പിന്നെ പേസ്റ്റ് ഉപയോഗിച്ച് തേക്കുന്ന ഒരു വീഡിയോ ഇട്ടപ്പോൾ എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് വിളിച്ചിട്ട് ചോദിച്ചു അന്ന് കറക്റ്റായിട്ട് ബ്രഷിനെ കുറിച്ചും പിന്നെ എങ്ങനെയാണ് ബ്രഷ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചും കൂടി ഒരു ഇടുമെന്ന് ചോദിച്ചു. അതാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന ബ്രഷ് സെൻസോഡൈൻ്റെ സോഫ്റ്റ് ബ്രിസിൽസ് ഉള്ള ബ്രഷാണ്. നമ്മളെപ്പോഴും ബ്രഷ് സെലക്ട് ചെയ്യുമ്പോൾ വലിയ ഹെഡുള്ള ബ്രഷ് എടുക്കരുത്, ഒരു സ്മോൾ ഇത്രയും ചെറിയൊരു ഹെഡുള്ള ബ്രഷ് എടുക്കുക. എന്നിട്ട് ബ്രഷ് ആദ്യം നന്നായി കഴുകണം. അതിനുശേഷം പേസ്റ്റ് വളരെ കുറച്ചേ വേണ്ടൂ, ഒരു ചെറിയ ഒരു നിലക്കടലയുടെ അത്രയേ ഉള്ളൂ പേസ്റ്റിൻ്റെ ആവശ്യമുള്ളൂ. എന്നിട്ട് നമ്മൾ ബ്രഷ് ചെയ്ത് തുടങ്ങുമ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യുന്ന രീതിയാണ് ഈ പറയുന്നത്. ഫസ്റ്റ് നമ്മൾ ഈ പേസ്റ്റ് എല്ലാം ഭാഗത്തുനിന്നാക്കാം. അതിനുശേഷം എൻ്റെ പല്ലെല്ലാം ഭയങ്കര എന്താ പറയുക ഡിസോർഡർ ആയിട്ടുള്ളതാണ് ഈ പല്ലുകളൊക്കെ. ഞാൻ ചെയ്യുമ്പോൾ ആദ്യം ഇങ്ങനെ വട്ടത്തിൽ തന്നെ ചെയ്യും, ഇങ്ങനെ റൗണ്ടായിട്ട് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മോണെന്ന് പറഞ്ഞാൽ അറിയാലോ, എന്താ ഈ നാട്ടിൽ നൊണ്ണെന്ന് പറയും. ഈ സാധനത്തിന് ഇങ്ങനെ തള്ളി മേലോട്ട് കയറ്റരുത്, അതുപോലെ താഴോട്ട് ഇറക്കരുത്. ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ ആക്കുന്നത് ശരിയല്ല. അതിന് പകരം ഇങ്ങനെ തന്നെ ചെയ്യുക. കേട്ടിട്ട് പിന്നെ ചെയ്യേണ്ടത് ഇങ്ങനെ പല്ലടിച്ചിട്ട് ഈ സാധനം കണ്ട് ഇങ്ങനെയൊക്കെ അത് വായ അടച്ചു പിടിച്ച് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് തുറന്നു പിടിച്ചത്. വായ അടച്ചു പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ. അതേപോലെ തന്നെ പല്ലിൻ്റെ ബാക്ക് സൈഡ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കണം, പുറത്തേക്ക് തെറിക്കും. അപ്പം അതുകൊണ്ട് നമ്മളതും വായ അടച്ചു പിടിച്ചിട്ട് ഇങ്ങനെ ബ്രഷ് കൊണ്ട് ഇങ്ങനെ ആക്കുക. അപ്പം എന്താ വെച്ചാൽ പല്ലിൻ്റെ ഇടയിൽ കുടുങ്ങിയിരിക്കുന്ന സാധനങ്ങളെല്ലാം പോവുകയും ചെയ്യും. പല്ലിൻ്റെ ബാക്ക് സൈഡും നന്നായിട്ട് വൃത്തിയാക്കണം. ഈ പണ്ടൊക്കെ നമ്മളൊക്കെ ഇങ്ങനെ ഇട്ട് തേക്കുമായിരുന്നു, അത് ഏറ്റവും പൊട്ടയാണ്. അതുപോലെ തന്നെ ഈ റൗണ്ടായിട്ട് തേക്കുമ്പോഴും അല്ലെങ്കിൽ ചിലർ ഇങ്ങനെ ആക്കും. അപ്പോൾ ഈ മേലോട്ട് കയറിപ്പോവും. അപ്പം അങ്ങനെ അതും ഭയങ്കര മോശമാണ്. ശരിക്കും ഇനിയിപ്പോൾ മുകളിലത്തെ തേക്കുമ്പോൾ ഇടുക ഇങ്ങനെയാണ് തേക്കണ്ട. അതേപോലെ തന്നെ ഉള്ളിൻ്റെ ഈ പല്ലിൻ്റെ അടിഭാഗവും തേക്കണം. അവിടെ നമ്മൾ ചുണ്ട് തുറന്ന് പിടിച്ചു കഴിഞ്ഞാൽ പുറത്തേക്കൊക്കെ തെറിക്കും. അപ്പം ഇങ്ങനെയാണ് തേക്കുന്നത്. എപ്പോഴും നമ്മൾ സോഫ്റ്റ് ബ്രഷ് തന്നെ യൂസ് ചെയ്യണം. ഇപ്പോൾ ഇതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ വന്നപ്പം എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ പറഞ്ഞു, അവരൊക്കെ പറയുകയാണ് അവർ ഹാർഡ് ബ്രഷാണ് യൂസ് ചെയ്യുന്നത്, മീഡിയം ആണെന്നൊക്കെ പറയുന്നു. എൻ്റെ ഒരു പേഴ്സണൽ അനുഭവത്തിൽ എപ്പോഴും നമ്മൾ സോഫ്റ്റ് ബ്രഷ് തന്നെ ഉപയോഗിച്ചിട്ട് കുറച്ചധികം സമയം ബ്രഷ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് മീഡിയം ഹാർഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ പല്ലിൻ്റെ ഇനാമലെല്ലാം തേഞ്ഞു പോകുന്ന പോലത്തെ സംഭവങ്ങളാണ്. അതൊന്നും ചെയ്യരുത്. സോഫ്റ്റ് ബ്രഷ് വെച്ചിട്ട് തന്നെ ചെയ്യുക. സോഫ്റ്റ് ബ്രഷിന് ലേശം വില കൂടുതലായിരിക്കും, പക്ഷെ എന്നാലും നമുക്കൊരു 3 മാസം വരെയൊക്കെയാണ് ഒരു ബ്രഷ് യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അത് കഴിയുമ്പോൾ നമ്മൾ മാറ്റണം. ബ്രഷ് മോശമായാലും ഇല്ലെങ്കിലും നമ്മളൊരു 3 മാസത്തിൽ കൂടുതൽ ഒരു ബ്രഷ് യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പല്ലൊക്കെ തേച്ചിട്ട് മനോഹരമായി ചിരിക്കുക. ബൈ.